നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തട്ടുകടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഉള്ളിവടയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ സവാള, പച്ചമുളക്, ഇഞ്ചി, ഗരം മസാല, മുളക് പൊടിയാണ്. പിന്നെ വേണ്ടുന്ന മൈദയും ഉപ്പുമാണ്. എന്നിട്ട് നമ്മൾ ഈ ഉള്ളിയുടെ നനവിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കാൻ ശ്രമിക്കണം. അത് പറ്റിയില്ലെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനകത്ത് ഞാൻ വേറെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിനാക്കിയെടുത്തതിന് ശേഷം നമുക്ക് വലിയൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക. ആ എണ്ണ ഒന്ന് മൂത്തതൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഈ ഉള്ളിവട നമുക്ക് ആ ബാറ്റർ ശരിയാക്കി വെച്ചേക്കുന്നത് ആ ഉള്ളിവടയുടെ ഷേപ്പിൽ പിടിച്ച് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ ഉള്ളിവട അതേ ഒരു സൈഡ് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അപ്പുറ സൈഡ് കൂടി നമുക്കൊന്ന് മൊരിഞ്ഞൊന്ന് നോക്കാം. മൊരിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നമുക്കൊന്ന് മൊരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം മൊരിഞ്ഞിട്ടില്ല. നമ്മളിത് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഉള്ളിവടയ്ക്കുള്ള ഇതിട്ടതിന് ശേഷം നമ്മൾ സിമ്മിൽ മാത്രം വേണം, തീ കുറച്ചിട്ട് വേണം നമുക്കത് മൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഉള്ളിവടയുടെ ഉള്ളു വേഗത്തില്ല, പുറം മാത്രം കരിഞ്ഞ് കിട്ടും. അതായത് നമ്മുടെ ഉള്ളിവട ഇവിടെ തയ്യാറായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചായക്കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഈ ഉള്ളിവട കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. നമ്മുടെ ഉള്ളിവട എല്ലാം ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ഉള്ളിവടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.